5 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ സാരികൾ കുറേ കാലം നിലനിൽക്കും. സാരി വാങ്ങുമ്പോൾ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് പറഞ്ഞാൽ കളറ് മാത്രം നോക്കിയിട്ട് നമ്മൾ സാരി സെലക്ട് ചെയ്യും. എന്നാൽ ഞാൻ ഒരു സാരി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഫാബ്രിക് ആണ്. ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കൂടാതെ അത് ഏത് ഒക്കേഷനിലാണോ നമുക്ക് ഉടുക്കേണ്ടത് എന്നും കൂടി നോക്കണം. രണ്ടാമത്തേതാണ് കളറ്. ഇപ്പം ഞാൻ കണ്ടുവരുന്നത് ട്രെൻഡിങ്ങിനൊപ്പം ആൾക്കാർ വന്നതാണ്. അത് അവരുടെ സ്കിൻ ടോണിന് ചേരുന്നതാണോ എന്ന് പോലും അവർ നോക്കാറില്ല. ഇങ്ങനെ ഉടുക്കും അത്ര തന്നെ. കാരണം നമ്മളൊരു കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേരുന്ന കളറും ആ ഒരു ഒക്കേഷന് ചേരുന്ന കളറും വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. മൂന്നാമതായിട്ട് വരുന്നത് ബോർഡറും ഡിസൈനും. ബോർഡറും ഡിസൈനും തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ ഒക്കേഷൻസിനും ചേരുന്നതായിരിക്കണം. കാരണം എല്ലാവർക്കും എല്ലാ ബോർഡറും ഡിസൈൻസും ചേരണമെന്നില്ല. എല്ലാ ഒക്കേഷൻസിനും ചേരണമെന്നില്ല. അപ്പോൾ ചെറിയ ഡിസൈൻസും ചെറിയ ബോർഡേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ അത് ഔട്ട് ഓഫ് ഫാഷനായി പോവില്ല. നാലാമതായിട്ട് വരുന്നത് കംഫർട്ടാണ്. സാരി മനോഹരം മാത്രമായാൽ പോരാ. അത് നമുക്ക് കംഫർട്ടും കൂടി ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ അത് ഉടുത്ത് മണിക്കൂറുകളോളം നിൽക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള സാരി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ വരുന്നത് സാരീൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വിചാരിക്കും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സാരീൻ്റെ വിലയിലാണ് ഇരിക്കുന്നതെന്ന്. എന്നാൽ സാരീൻ്റെ വിലയിലല്ല ക്വാളിറ്റി ഉള്ളത്. സാരീൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത് അത് നമ്മൾ എത്ര തവണ ഉടുത്താലും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിലാണ് സാരീൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. അതിൻ്റെ നെയ്ത്തിൻ്റെയും ഫാബ്രിക്കിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് സാരീൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. ഈ ഒരു 5 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ സാരികൾ കുറേ കാലം നിലനിൽക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.